വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 months ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഡിവൈസായിട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഹെഡ് വരുന്നത്. ഇതിലൂടെയാണ് നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് വരുന്നത്. ഇതാണ് ചാർജർ കണക്ട് ചെയ്യേണ്ട സ്ഥലം. ഇവിടെയാണ് ഓൺ ആൻഡ് ഓഫ് ബട്ടൺസ്. ഇത് പ്രസ് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്ലാഷ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. പിന്നെ ഇതിനകത്തുള്ളത് ചാർജറാണ്. ചാർജർ ഞാനിപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലുള്ളത് ഒരു റിമൂവർ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇത് എനിക്ക് അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഐ പ്രൊട്ടക്റ്റിംഗ് ഗ്ലാസ് ആണ്. ഇത് നോർമൽ ഒരു ഗ്ലാസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മളിത് വെയർ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്കിത് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിൻ്റെ കണക്ടർ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇതിൻ്റെ കണക്റ്റിംഗ് കേബിൾ വരുന്നത് ഇങ്ങനെയാണ്. നമുക്കിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ലൈറ്റ് കത്തുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓൺ ബട്ടൺ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണായി. ഇതിൽ നമുക്ക് ലെവൽസ് ഉണ്ട്. ഇതിലിപ്പം ആദ്യം ഈ പിങ്ക് ആണ് നമ്മുടെ ഫ്ലാഷ് വരാൻ റെഡി ആണെന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലെവൽസ് കൂട്ടാൻ സാധിക്കും. ലെവൽസ് കൂട്ടുന്നതും ഈ ബാക്ക് ബട്ടൺ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ ലെവൽസ് കൂട്ടി മാക്സിമത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആളാണ് നമുക്ക് ഫസ്റ്റ് ലെവലിലേക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരിക്കലും പറയില്ല ഇത് എത്ര പെയിൻഫുൾ ആണെന്ന്. വളരെ ഈസിയാണ് ഇത് യൂസ് ചെയ്യാൻ. ഞാൻ ക്ലിനിക്കിലും പോയി ചെയ്ത ആളാണ്. ക്ലിനിക്കിൽ നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ തീരെ പെയിൻ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബേണിംഗ് ടൈപ്പ് ഓഫ് സെൻസേഷൻ നമുക്ക് കിട്ടും. പക്ഷേ ഇതിൽ ആ ഒരു രീതിയിലുള്ള ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഫ്ലാഷ് വരുന്നത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഫ്ലാഷ് വരുന്നത്. ഇത് പിന്നുമായിട്ട് കണക്റ്റ് ആണെങ്കിൽ മാത്രമേ ഫ്ലാഷ് വരുള്ളൂ. ഇല്ലാണെങ്കിൽ ഫ്ലാഷ് വരത്തില്ല. ഞാനിപ്പം ഗ്ലാസ്സസ് വേറെയാണ്. ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ കരിച്ച് കളയാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലാഷ് എടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും ഫ്ലാഷ് വരുന്നത്. പക്ഷേ ഈ പിങ്ക് ഇൻഡിക്കേറ്റർ വന്നാൽ മാത്രമേ അടുത്ത ഫ്ലാഷ് വരുള്ളൂ. അത് മാത്രം എനിക്ക് അത്ര ഈസി ആയിട്ട് തോന്നിയില്ല. കാരണം നമുക്കിപ്പം ഈസിലി നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നടക്കില്ല. കാരണം ഒരു പ്രാവശ്യം ഇത് ഫ്ലാഷ് അടിച്ചു, നെക്സ്റ്റ് നമ്മൾ ഇത്രയും ടൈം വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ഫ്ലാഷ് വരത്തുള്ളൂ. നമുക്ക് കണ്ടിന്യൂസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരത്തില്ല. അങ്ങനെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ചെറിയ ഇതാണ്. അപ്പോൾ നമുക്ക് അത്രയും വലിയൊരു ഏരിയ ഒക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ ഈ നമ്മൾ ഈ ടൈം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ബോറിംഗ് ആയിട്ട് തോന്നും. അത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തത് എൻ്റെ അപ്പർ ലിപ്പും ചിൻ ഏരിയാസുമാണ്. ചിൻ ഏരിയാസ് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് അതായത് ഒരു 2 to 3 times യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനത് പതിയെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. കാരണം എനിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി. നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരാളാണ്, നിങ്ങൾ ഇതുവരെ ഹെയർ റിമൂവ് ചെയ്തിട്ടില്ല, നമ്മുടെ ചീക്കിൻ്റെ ഒക്കെ ഏരിയ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പിന്നീട് അത് പിമ്പിൾസ് വരാനും നമ്മുടെ സ്കിന്നൊരു മാസ് വരാനും ഒക്കെ അത് കാരണമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ലീവ് ഇറ്റ്. അതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അപ്പർ ലിപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം 2 months ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ 2 times 3 times 1 month ഞാൻ കണ്ടിന്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനത് വീക്ക്ലി വൺസ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു സെക്കൻഡ് മന്തിൽ ഞാൻ വീക്ക്ലി വൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ 2 months ഫിനിഷ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പർ ലിപ്പാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഫസ്റ്റൊക്കെ ഞാൻ എല്ലാ ഫ്രൈഡേസുമാണ് അപ്പർ ലിപ്പ് റിമൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഫ്രൈഡേ ആകുമ്പോഴേക്കും എൻ്റെ സ്കിന്നിൽ എൻ്റെ അപ്പർ ലിപ്പിൽ ഒരാൾ പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ എൻ്റെ അപ്പർ ലിപ്പിൽ ഹെയർ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞാനിപ്പം ഫ്രൈഡേ ഞാൻ വിട്ടുപോയാലും എൻ്റെ അപ്പർ ലിപ്പ് കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല അവിടെ ഹെയർ ഉണ്ട്. കാരണം അത്ര തിൻ ഹെയർസായി. ബ്ലാക്ക്നെസ് കുറഞ്ഞു, തിക്ക് ഹെയർസ് മാറി തിൻ ഹെയർസായി. അപ്പം അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അതായത് ഹെവി ആയിട്ട് ഭയങ്കര ഹാർഡായിട്ടുള്ള ഹെയർസ്, നല്ല ബ്ലാക്ക് ഹെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. കാരണം നിങ്ങൾക്കത് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ അതിൻ്റെ കൂടത്തിൽ തന്നെ നിങ്ങളുടെ ഹോർമോണൽ ടെസ്റ്റും നിങ്ങളുടെ ഫുഡും ഡയറ്റും ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ യൂസ് ചെയ്താൽ നിങ്ങൾക്കത് റെഡ്യൂസ് ചെയ്യുന്നത് ഫാസ്റ്റ് ആവാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് എൻ്റെ റിവ്യൂസ് ഞാൻ എല്ലാം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്നാണ്. ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമിൽ പോവാണ് ഞാനിത് മേടിച്ചത്. ഇത് ഞാനിപ്പോൾ ഒമാനാണുള്ളത്. ഞാൻ ഇവിടുന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്ത് എനിക്ക് ഇവർ കൊണ്ടുതരുകയാണ് ചെയ്തത്. ഇത് ഓഫ് ചെയ്യുന്നത് ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓഫാണ്. പിന്നെ നമുക്കിത് റിമൂവ് ചെയ്ത് ഈസി എടുത്ത് വെക്കാവുന്നതാണ്. ചെറിയ പ്രൊഡക്റ്റാണ്, ഹാൻഡ്ലിങ് ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാണാനും അത്യാവശ്യം ക്യൂട്ടാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആകെ ഞാൻ ഈ പറഞ്ഞൊരു പ്രോബ്ലംസ് മാത്രമേ എനിക്ക് ഇതിനകത്ത് ഒരു എക്സ്ട്രാ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അധികം വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ട് നടക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ട്. ഒട്ടും പെയിനുള്ള ഒരു പ്രൊസീജിയറേ അല്ല ഇത്. പെയിൻ ഫ്രീ ആണ്. നിങ്ങൾ ക്ലിനിക്കിലൊക്കെ പോയി ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് മേടിച്ച് യൂസ് ചെയ്യാം. കാരണം അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും അല്ല ഇതിൽ നിന്ന് കിട്ടുക. ഇത് വളരെ അതായത് തീരെ പെയിൻ ഇല്ലാത്തൊരു കാര്യം. ജസ്റ്റ് ഫ്ലാഷ് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പെയിൻ ഒന്നും വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഓരോ ലെവൽസും വെച്ച് ട്രൈ ചെയ്ത് ലാസ്റ്റ് ലെവലിൽ എത്തിക്കുക. അതായിരിക്കും ബെറ്റർ. ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഇതാണ്. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.